എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് സത്യസന്ധരായി ജീവിക്കണമെന്നൊരു ഉപദേശം ചെറുപ്പം മുതൽ കേൾക്കുന്നവരാണ് നമ്മൾ, അല്ലെ? പക്ഷെ കള്ളം സത്യമായി വിശ്വസിക്കപ്പെടുന്ന ഒരു കാലത്ത് സത്യസന്ധരായി ഇരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സത്യം ചെരുപ്പ് തിരയുമ്പോഴേക്കും ലോകം നുണ ചുറ്റിക്കഴിഞ്ഞിരിക്കുമെന്ന പ്രയോഗം നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, അല്ലെ? കള്ളമാണെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും സത്യമായി കണക്കാക്കുന്ന നിരവധി കള്ളക്കഥകളുമുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് റോമാ സാമ്രാജ്യം കത്തി അമരുമ്പോൾ നീറോ ചക്രവർത്തി വയലിൻ വായിക്കുകയായിരുന്നുവെന്ന്. അങ്ങനെ കേൾക്കാത്തവരായി ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസംഗത്തിലോ ക്ലാസ് മുറിയിലോ ഒക്കെയായി നീറോ ചക്രവർത്തിയുടെ ഈ വയലിൻ വായനയുടെ കഥ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിരിക്കും. നീറോ ചക്രവർത്തി ജീവിച്ചിരുന്നതും റോമിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായതുമൊക്കെ AD 64 അദ്ദേഹം വയലിൻ വായിച്ചിരുന്നില്ല എന്ന് തെളിയിക്കാൻ ഒരു തെളിവ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. AD 64 വയലിൻ കണ്ടുപിടിച്ചിരുന്നില്ല എന്നതാണ് ആ തെളിവ്. ഇങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നതും അത് നമ്മൾ സത്യമെന്ന് കരുതി വിശ്വസിക്കുന്നതും. അതുകൊണ്ട് സത്യസന്ധരായിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സത്യസന്ധതയെ വെല്ലുന്ന മറ്റൊരു പാരമ്പര്യവും ആർക്കും ഈ ലോകത്ത് അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ വില്യം ഷേക്സ്പിയർ